ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ. വിഷുസന്ധ്യയും കൂട്ടുകാരൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ 1-2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് കിട്ടിയ ചെമ്മീനാണ്. ചെമ്മീൻ കിട്ടിയ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. മുളക് ഇടണോ, തേങ്ങ അരയ്ക്കണോ, അല്ലെങ്കിൽ പൊരിച്ചെടുത്താലോ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുത്താലോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനായിരുന്നു. അവസാനം ഇതിൻ്റെ വലുപ്പവും ഇതിനെയൊക്കെ കണ്ടിട്ട് എന്തായാലും പൊരിച്ചെടുക്കാൻ തീരുമാനിച്ചു. സാധാരണ റെസിപ്പിയിൽ നിന്ന് ഒന്ന് വ്യത്യാസമായിട്ട് പിടിക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേൽഭാഗമില്ലേ അവിടെ ഒന്ന് കത്തീനെ കൊണ്ട് കീറിയിട്ട് അതിനുള്ളിലത്തെ ആ സാധനങ്ങൾ എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വയറിനൊക്കെ ബുദ്ധിമുട്ട് വരാൻ മതി. ഇനി നമുക്കിതിൻ്റെ അരപ്പിലേക്ക് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ എടുത്തിട്ട് 1/4 പാൽ എടുത്തിട്ടേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് അരഞ്ഞ് ഒരു സുഖമായിട്ട് കിട്ടില്ല. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കാം. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മസാല ചേർക്കണം തോന്നുവാണെങ്കിൽ അതും കൂടെ ചേർക്കാം. തേങ്ങാപ്പാൽ മസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഉപ്പ് എരിവൊക്കെ നോക്കിയ സമയത്ത് എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെമ്മീനിലേക്ക് നന്നായിട്ട് തന്നെ ചേർത്ത് നന്നായി കുഴച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നേരത്തെയുള്ള തേങ്ങാപ്പാൽ ആ ജാറിൽ ഒഴിച്ചിട്ട് അതൊന്നും കൂടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ അരപ്പ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് നേരം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അതിനുശേഷം നമുക്കൊരു കടായോ പാനോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരുന്ന കണ്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഓരോരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കാവേ. ചെമ്മീൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഫസ്റ്റ് തന്നെ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, വാവ്, കിഡ് സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീനായാലും മീനായാലും ചിക്കനായാലും എന്താണെങ്കിലും ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുള്ള ആ ഒരു സൗണ്ടും സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ മൊത്തം ഇതിലേക്ക് തന്നെ ഒറ്റൊരു പാനിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മൂടി വെച്ചിട്ട് ബാക്കി വേവിച്ചെടുക്കാം. കുറച്ച് നേരം വേവണമല്ലോ ചെമ്മീൻ എന്തായാലും. അത് റബ്ബർ പോലെ ആയിപ്പോവാനും പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ടങ്ങ് പൊരിച്ചെടുക്കാം. മൂടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ മതിയാവും നമുക്ക് അന്നേരം. മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സൈഡ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട, മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാക്കിയുള്ള അരപ്പും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് അവസാനം നമുക്കിങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാവും. അപ്പം അതും കൂടെ കൂട്ടിയിട്ട് വെറും ചോറ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഞാനിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം എനിക്കത് വെന്ത് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ മൂടി വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ മൂടി വയ്ക്കണമെന്നില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മൂടി വയ്ക്കുന്ന സമയത്ത് മേൽഭാഗം കൂടെ കുറേ കൂടെ അങ്ങ് വെന്തോളും. ആവി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അങ്ങ് വെന്തോളും. അങ്ങനെ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മൂടി വെച്ച് പിന്നെ ആ മൂടി അങ്ങ് ഒഴിവാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാലയും നല്ല രസമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.